പണ്ട് ഒരു കോമിക് ബുക്കില് ഒരു കഥയില് സഞ്ജയനും പാർത്ഥിപനും എന്ന രണ്ട് സുഹൃത്തുക്കൾ അവർ ഗ്രാമത്തിൽ അങ്ങനെ ചെറുപ്രായം മുതൽ തന്നെ അടുത്ത സുഹൃത്തുക്കളായിട്ട് വളർന്നു വരുന്നു. അവരങ്ങനെ തൊട്ടടുത്തുള്ള ഒരു വനത്തിൽ ഇരുവരും ഒഴിവുള്ളൊരു ദിവസം നടക്കാൻ പോകുന്നു. അങ്ങനെ സഞ്ജയനും പാർത്ഥിപനും വനത്തിലൂടെ അങ്ങനെ നടക്കുകയാണ്. ഇപ്പൊ പാർത്ഥിപൻ കുറച്ച് രസികനാണ്, തമാശയൊക്കെ പറയുക, കളി രസങ്ങളൊക്കെ പങ്കിടുക. സഞ്ജയൻ കുറച്ച് ഗൗരവക്കാരനാണ്. എന്തായാലും പാർത്ഥിപൻ പറഞ്ഞു, ഒരു പുലി നമ്മെ ആക്രമിച്ചാൽ എന്ത് ചെയ്യും? സഞ്ജയൻ പറഞ്ഞു, നമുക്കത് നേരിടേണ്ടി വരും, അല്ലാതെ എന്താണ്, വേറെന്ത് ചെയ്യും? എന്തായാലും സൂക്ഷ്മം പോലെ പറഞ്ഞതുപോലെ തന്നെ പുലി ചാടി മുന്നിൽ വീണു. അപ്പോഴത്തേക്ക് സഞ്ജയൻ തൊട്ടടുത്ത ഒരു മരത്തിൽ ചാടി കയറി എങ്ങനെയൊക്കെയോ വലിഞ്ഞ് മുകളിലേക്ക് എത്തി. ഇപ്പൊ പാർത്ഥിപൻ ഇയാളുടെ പുറകിൽ ഓടുകയാണ്, സഞ്ജയന്റെ പുറകിൽ. അപ്പം സഞ്ജയനാണെങ്കിൽ അയാളുടെ സ്വന്തം ജീവൻ രക്ഷിക്കാനായിട്ട് പാർത്ഥിപനെ, നീ അടുത്ത മരത്തിൽ കയറ്, എൻ്റെ പുറകിൽ വരാതെ എന്ന് തള്ളിയിട്ടു. അപ്പോഴത്തേക്ക് പുലി അടുത്ത് വന്നു കഴിഞ്ഞു. എന്തായാലും സഞ്ജയൻ മരത്തിൽ കയറി ശിഖരത്തിൽ എത്തിയപ്പോൾ ഭയന്ന ഒരു കുരങ്ങൻ താഴെ വീണു. അപ്പൊ പുലിയുടെ ശ്രദ്ധ കുരങ്ങന്റെ പുറകിലായി. അപ്പൊ കുരങ്ങൻ ചാടി അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് പുലി അങ്ങോട്ട് ചാടി പോയി. ഈ സമയം കൊണ്ട് പാർത്ഥിപനും രക്ഷപ്പെട്ടു. എന്തായാലും പുലിയും കുരങ്ങനും തമ്മിലുള്ള യുദ്ധം, കുരങ്ങൻ കുറെ കൂടി ദൂരെ ഓടിപ്പോവുകയും പുലി അതിന്റെ പുറകിൽ പോവുകയും ഇവരങ്ങനെ രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് പാർത്ഥിപൻ തൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ സ്വാർത്ഥത തിരിച്ചറിയുന്നത്. തൻ്റെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആത്മമിത്രമായിട്ടുള്ള ബാല്യകാല സുഹൃത്തായിട്ടുള്ളവനെ പോലും തഴയാൻ നോക്കിയാണ്. ഇത്രയേ ഉള്ളൂ സൗഹൃദം. അപ്പൊ എല്ലാവരും അവസരവാദികളാണ്. അപ്പൊ എന്താണ് സുഹൃത്ത് ബന്ധം? ഓരോ സാഹചര്യം അനുസരിച്ച്, ഇപ്പൊ ചെറിയ പ്രായം മുതൽ തന്നെയുള്ള സൗഹൃദമാണെങ്കിൽ പോലും ഓരോ കാരണങ്ങൾ കൊണ്ടാണ് ഇരു വ്യക്തികൾ തമ്മിൽ ആത്മമിത്രം അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിച്ചു വരിക. അപ്പൊ എല്ലാവരുടെ ഉള്ളിലും ഒരു സ്വാർത്ഥത എക്കാലവും ഒളിഞ്ഞു നിൽപ്പുണ്ട് എന്നതാണ് വാസ്തവം. അപ്പൊ നമുക്ക് എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലിനെസ്, സൗഹൃദത്വം സ്ഥാപിക്കാം. സുഹൃത്തുക്കൾ എന്ന് പറയാൻ എന്നും ഈ സൗഹൃദം നഷ്ടപ്പെടാം. അതാണ് സുഹൃത്ത് ബന്ധം. അപ്പൊ ഫ്രണ്ട്ഷിപ്പ്, അപ്പൊ നങ്കൂരം ഇട്ട് വെച്ചിരിക്കുകയാണ് കപ്പൽ. അപ്പൊ നങ്കൂരം ഇല്ലെങ്കിൽ ഏത് നിമിഷവും കപ്പൽ കടലൊഴുകിയോ പോകും. എന്നതുപോലെ തന്നെയാണ് ഏതൊരു സുഹൃത്ത് ബന്ധവും എന്നത് ഓർക്കുക. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടോ വിമർശിച്ചിട്ടോ അർത്ഥമില്ല. മനുഷ്യരാണ് നമ്മൾ, സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ട് എല്ലാവരുമായിട്ടും സൗഹൃദം സ്ഥാപിക്കുക. ചില വ്യക്തികളെ മാത്രം ആശ്രയിക്കുകയും അത് ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ സന്ദർഭം വരുമ്പോൾ ഇവര് എൻ്റെ ആത്മമിത്രമായിട്ട് എന്നെ സഹായിച്ചില്ല, എന്നോടൊപ്പം ഉണ്ടായില്ല, അവൻ സ്വാർത്ഥനായിപ്പോയല്ലോ, അവള് സ്വാർത്ഥയായിപ്പോയല്ലോ എന്ന് കരുതിയിട്ട് കാര്യമില്ല. മനുഷ്യരങ്ങനെയാണ് എന്നത് ആണ് ഈ കഥ. ഇതിൻ്റെ പൊരുൾ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആത്മമിത്രമൊക്കെ ഉണ്ടായിക്കോട്ടെ, മിത്രമൊക്കെ വേണം. പക്ഷേ സന്ദർഭം ചിലപ്പം സമയത്ത് ഉപകരിച്ചെന്നിരിക്കില്ല. വ്യക്തികളാണ്, ആരെയും കുറ്റം പറഞ്ഞിട്ട് അർത്ഥമില്ല. അതുകൊണ്ട് എല്ലാവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചാലും യൂണിവേഴ്സൽ ഫ്രണ്ട്ലിനെസ്, ഫ്രണ്ട്ഷിപ്പ് ശാശ്വതം അല്ലെന്ന് വേണമെങ്കിൽ പറയാം. എപ്പോൾ വേണമെങ്കിലും അത് ബ്രേക്കപ്പ് ചെയ്ത് പോകാം, സാധ്യതയുണ്ട്. ഞാൻ നെഗറ്റീവ് പറയല്ല. എന്തായാലും വിസ്ഡം ആൻഡ് മെഡിറ്റേഷൻ എന്നത് നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസ് കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. NP സ്കൂൾ ഓഫ് തോട്ട്സിലെ ഗൈഡഡ് മെഡിറ്റേഷൻസ്. അറോമ എസൻസസ്, അതായത് സുഗന്ധം, സംഗീതം, ധ്യാനം, അറിവ് എന്നത് കോർത്തിണക്കിക്കൊണ്ടുള്ളതാണല്ലോ നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്.
അതാണ് നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സിൽ വരിക മുഖത്തലയിൽ. ഞാൻ കൊല്ലായത്തിലെ മെഡിട്രീന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. അതുകൊണ്ട് എല്ലാവരുമായിട്ടും സൗഹൃദം ഉണ്ടായിരിക്കട്ടെ. ആരെപ്പോൾ ഉപകരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആരോടും ശത്രുത ആവശ്യമില്ല. 9605743596 എൻ്റെ നമ്പർ. വിളിക്കുക, വരിക, സേവനം നേടുക. എന്തായാലും ഞാൻ എല്ലാവർക്കും സുഹൃത്താണ്. യുവർ ഫ്രണ്ട് ആൻഡ് ഗൈഡ്.